ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവരത്തിൽ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. പോൾ മോൻ വന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ കേടായത്. അയ്യോ, ഇവിടെ എന്നും തുണി കഴുകേണ്ടിയതല്ലേ. ആദ്യം ഞങ്ങൾ വിളിച്ച ആളിനെ കാണിച്ചു. ആ കൊച്ചൻ ആദ്യം നമുക്ക് എന്തോന്നിൻ്റെ ഞാൻ പറഞ്ഞല്ലേ, വെള്ളം കറക്റ്റ് നിൽക്കത്തില്ല. അങ്ങനെ ഒരു വിധത്തിലൊക്കെ റീച്ചാൻ വന്ന് എങ്ങനെ കണ്ടൊക്കെ ആദ്യത്തെ ദിവസം ചെയ്തു. ആ കൊച്ചൻ വന്ന് നോക്കുന്ന ആ കൊച്ചൻ വന്ന് നോക്കിയിട്ട് ആദ്യം ഒരു പാർട്ട് എന്തോ കൊണ്ടിട്ട് അത് നോക്കിയിട്ടും ശരിയാവാഞ്ഞ് അവൻ അതിൻ്റെ മദർ ബോർഡ് എടുത്തുകൊണ്ട് പോയി. അത് കൊണ്ടിട്ടപ്പം അതും ശരിയായില്ല. പിന്നെ നമ്മൾ പുതിയത് നോക്കാൻ പോയി. വിജയ് സെയിൽസിൽ നോക്കാൻ പോയത്. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് പോകുമായിരുന്നു. അപ്രതീക്ഷിതമായിട്ടെന്ന് പറഞ്ഞാൽ റീച്ചാൻ ഇങ്ങനെ വൈകിട്ട് പോകണോ, വൈകിട്ട് ഓഫീസിൽ നിന്ന് നേരത്തെ വന്നിട്ട് പോകണോ, ഇപ്പോൾ പോകണോ, അന്നിരിച്ചിരി മലയൊക്കെ ഉള്ള സമയമായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിന്ന് രാവിലെ എൻ്റെ ജോലിയൊന്നും നടക്കാതെ പെട്ടെന്ന് ഇറങ്ങി പോകുമായിരുന്നു. ആ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കൊച്ചൊരു വീഡിയോ ഇന്നലത്തെ ടെൻഷൻ ഒന്നും എടുക്കണ്ട, വലിയ വീഡിയോ അല്ല കേട്ടോ. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം കേട്ടോ. പിന്നെ അന്ന് രാത്രി തന്നെ എൻ്റെ തലേന്ന് ഇതെടുത്തതാ. ഇവിടെ ഇങ്ങനെ ചുരുളം മുടിയാണ് കേട്ടോ. അപ്പോൾ അന്ന് രാത്രി തന്നെ പിന്നെ റീച്ചാൻ നേരത്തെ വന്ന് നാരങ്ങ വാങ്ങിക്കാൻ പോകണമായിരുന്നു. എനിക്ക് അർജൻറ്റാ ലെമൺ ആൻഡ് ഡേറ്റ്സ്. നാരങ്ങയ്ക്ക് നല്ല വിലയാണ്. പിന്നെ എനിക്ക് അത്രയ്ക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത, അതും 2 കിലോ വേണം. അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ 1/4 കിലോയോ 1/2 കിലോയോ മതിയെങ്കിൽ ഞാൻ അങ്ങനെ ഇപ്പം ഇടത്തില്ലായിരുന്നു. കാരണം ഇച്ചൊന്ന് വില താഴുണ്ട്. ഇപ്പോൾ കിലോ 120 പുള്ളി കൊടുക്കുന്നത്. ഞങ്ങൾ 5 കിലോ എടുത്തത് കൊണ്ട് 100 രൂപയ്ക്ക് തന്നു. അപ്പോൾ അങ്ങനെ പാതിരാത്രിക്ക് നാരങ്ങ വാങ്ങിക്കാൻ പോകുന്നതൊക്കെ വീഡിയോ ഉണ്ട് കേട്ടോ. ഇന്നലെ ആ ദിവസം മൊത്തവും ഞാനങ്ങ് ടൂറായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ പെട്ടെന്ന് പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി റീച്ചാൻ പറയുന്നത് നമുക്കെന്നാൽ നാളെ പോയി നോക്കാമെന്ന്. എന്നിട്ട് രാവിലെ ആണേ മഴ കണ്ടോണ്ടേ റീച്ചാൻ പറഞ്ഞെന്നാൽ ഞാൻ നേരത്തെ ഓഫീസിൽ പോയിട്ട് നേരത്തെ വൈകിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോകാമെന്ന്. ഞാൻ പറഞ്ഞു വൈകുന്നേരം വിജയ് സെയിൽസൊക്കെ അടയ്ക്കത്തില്ലേ റീച്ച, അപ്പോൾ എങ്ങനെയാണ്. അപ്പം ഞാൻ അന്നേരം അതനുസരിച്ച് എന്നാൽ വല്ലതും ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ വെച്ചാൽ ഇങ്ങനെ 2 ത്രാസിലിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ ജോലിയും നടക്കുന്നില്ല. ആദ്യം പറയും നമുക്ക് ഇപ്പം പോകാമെന്ന്, പിന്നെ പറയാം എന്നാൽ വൈകിട്ട് പോകാമെന്ന്, ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്തു വന്നാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാനുള്ളവർക്കൊക്കെ ഞാൻ കൊടുത്ത്. ഇന്ന് പച്ചക്കറിയൊന്നും ഇടാനില്ലായിരുന്നല്ല, ഞാൻ അരിഞ്ഞൊന്നും വെച്ചില്ല, സമയമില്ലായിരുന്നു. അതുകൊണ്ട് സവാള മാത്രം ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പാസ്ത ഇട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. വീട്ടിലൊക്കെ ആളും പേരും പിള്ളേരും മൃഗിണിയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതൊക്കെ ഇറങ്ങിപ്പോയാൽ പിന്നെ വന്നിട്ട് നമ്മുടെ ഊപ്പാടാ. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിപ്പോയാൽ ആരെങ്കിലും ഒന്ന് അരിഞ്ഞു വെക്കാനോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പോട്ടെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ തലേന്നേ എല്ലാം ഒന്ന് ചെയ്ത് വെച്ചിട്ട് പോകണമായിരുന്നു. നാളെ ഞാൻ പോകും, വെളിയിൽ പോകണം അങ്ങനെയുള്ള. പക്ഷേ ഇതങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പോകത്തില്ലോ എന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തോരൻ ഇച്ചിരി പിന്നെ അരിഞ്ഞ് വെച്ചു. പിന്നെ എന്തെങ്കിലും കറിയൊക്കെ വെക്കണമായിരുന്നു. പിന്നെ എന്ത് വന്നേലും ഞാൻ പിന്നെ അരി അങ്ങ് അടപ്പത്തിട്ട്, പോയാലും പോയില്ലേലും അരി അടപ്പത്തിട്ട്. ഉച്ചയ്ക്ക് അല്ലെങ്കിലും ചോറ് ആർക്കും വേണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി അതിൽ നിൽക്കാന്നുള്ള ഇതിലായിരുന്നു. അപ്പോൾ ചപ്പാത്തിക്കുള്ള കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാനിച്ചിരി എൻ്റെ പരിപാടി എന്ന് തോന്നുന്നു, ഞാനിച്ചിരി ചിക്കൻ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അഥവാ ഒന്നും കൂട്ടാനൊന്നും അങ്ങനെ വെക്കാൻ പറ്റിയില്ല, എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഇവർക്കൊക്കെ ഈ മഞ്ഞക്കറികൾ തന്നെ ആകുമ്പോൾ ഇച്ചിരി എരിവിനൊന്നും ഇല്ലെങ്കിൽ ആ ചിക്കൻ അച്ചാർ എടുത്ത് കൊടുക്കും ഞാൻ. ഇപ്പോൾ ഇഞ്ചിയുടെ കാര്യമാണ് ഞാനൊന്ന് ഓർത്തത്. കാരണം ഞാനാണെങ്കിൽ ഈ അന്ന് കിലോയ്ക്ക് 80 രൂപ 70 രൂപയൊക്കെ ഉള്ളപ്പോൾ ഞാൻ 1-2 കിലോയുടെ ഇഞ്ചി അരച്ച് വെച്ചു. പിന്നെ 1-2 കിലോ ഇഞ്ചി വാങ്ങിച്ച് വെച്ചതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനങ്ങനെ ഈയിടെയൊന്നും വാങ്ങിക്കാറില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ബെൻസിക്ക് ഇങ്ങനെ ഫോൺ ചെയ്തതിനോട് പറഞ്ഞ്, എടി കൊച്ചോളെ ഇപ്പോൾ ഇഞ്ചി കിട്ടാനില്ല, 250 രൂപയൊക്കെയാണ് കിലോന്ന്. അപ്പോൾ എനിക്ക് നാരങ്ങ ഡേറ്റ്സിൻ്റെ അച്ചാറിടാൻ ഇച്ചിരി ഫ്രഷ് ഇഞ്ചി വേണമായിരുന്നല്ലേ. അങ്ങനെ വില ചോദിച്ചോണ്ടേ 200 രൂപ. അതും നല്ല വിളഞ്ഞ ഇഞ്ചിയുമല്ല, അങ്ങനെ കുഞ്ഞ് ഇഞ്ചി. അതെങ്ങനെ ചിരണ്ടി എടുക്കുമെന്ന് തന്നെ എനിക്കറിയത്തില്ല.
അങ്ങനെ ഞങ്ങൾ വിജയ സെയിൽസിലോട്ട് പോയേ. അപ്പം പല വാഷിംഗ് മെഷീൻ കണ്ടു. അപ്പം ഞങ്ങളുടെ ഇത് 6.2 ആയിരുന്നു. അപ്പം ഞങ്ങൾ ചിന്തിച്ച് ഇത്തിരി വലിയ 6.2 കിലോയുടെ ആയിരുന്നു. അപ്പോൾ നോക്കിയുണ്ടെങ്കിൽ ഇത് 8 കിലോയുടെയാണ്, ഗോദറേജിൻ്റെ. അങ്ങനെ കുറേ കമ്പനികളുടെ ഉണ്ട്. അപ്പം റീച്ചാൻ പറഞ്ഞ്, ഞാൻ പറയുന്ന വേൾപൂൾ, ഞങ്ങളുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നത് സാംസങ്ങിൻ്റെ ആയിരുന്നു. റീച്ചാൻ പറഞ്ഞാൽ അത് വേണ്ട, ഈ ടൈപ്പ് എനിക്ക് ഒട്ടും വേണ്ട. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അവർ പറഞ്ഞു ഇത് നല്ലയോ അതായത്. ഞാൻ പറഞ്ഞു വേണ്ട, ഈ മോഡൽ വേണ്ടാന്ന്. അപ്പം ഞങ്ങൾ കണ്ടിട്ട് വന്നത് 10 വർഷത്തെ അതിൻ്റെ കമ്പൽസറിന് 10 വർഷത്തെ ഗ്യാരൻറ്റിയും വാറൻറ്റി 5 വർഷമായിരുന്നു. 5 വർഷമായിരുന്നു. അപ്പം ഇങ്ങനെ അകം നോക്കുമ്പോഴേ നമുക്ക്, ഞാൻ ചെന്ന് ചോദിച്ചാൽ ഇതിൽ പലതും 9 വർഷത്തെ ഇതുണ്ട്, 4 വർഷത്തെ ഉണ്ട്, 3 വർഷത്തെ ഗ്യാരൻറ്റി, അങ്ങനെയുള്ളതുണ്ട്. അങ്ങനെ കണ്ട് ലാസ്റ്റ് ഞങ്ങൾ ഗോദ്രേജിൻ്റെ തന്നെ വാങ്ങിക്കാമെന്ന് വെച്ച്. അപ്പം നമ്മൾ പോയി കണ്ട് പറഞ്ഞ് പൈസ എല്ലാം അഡ്വാൻസൊക്കെ കൊടുത്തിട്ട് 2 ദിവസം, അന്ന് ഞാൻ പറഞ്ഞില്ല ഭയങ്കര മഴ സമയമായിരുന്നു അന്ന്. അവർ ഇതിങ്ങനെ നമ്മൾ കണ്ടിട്ട് സെലക്ട് ചെയ്ത് വന്നെങ്കിലും അത് പിന്നെ കൊണ്ടുവരാനായിട്ട് ഭീവണ്ടിയിൽ നിന്നൊക്കെ വണ്ടി വരണം, അങ്ങനെയാണെന്നാണ് പറഞ്ഞു. ഞങ്ങളിതാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ആളുണ്ടെങ്കിൽ നാളെ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 35,000 എഴുതിയേക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് 41% ഓഫ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് 21,490 കിട്ടിയത്. അപ്പോൾ ഇങ്ങോട്ട് അതെല്ലാം നമ്മൾ എഴുതി എല്ലാം സ്റ്റിപ്പെല്ലാം തന്ന് പിന്നെ ഇങ്ങോട്ട് വന്നില്ല. ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചതാണ് ഇങ്ങനൊരു ജ്യൂസർ. അല്ലാതെ എൻ്റെ കയ്യിൽ ഈ സുജാതയുടെ നമ്മുടെ മിക്സിക്കകത്ത് ജ്യൂസറുണ്ട്. അത് ഭയങ്കര മേനക്കേട്, അത് എടുത്ത് വെക്കാനും അത് കഴുകാനും അതിനുമൊക്കെ. അപ്പം ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെയുള്ള ഒരെണ്ണം ആഗ്രഹിച്ചിരിക്കുക. അപ്പം ഞാൻ അതിന് എത്ര 2,600 രൂപയും കണ്ട്, ബ്ലാക്കും റെഡും. അപ്പം ഞങ്ങൾ ആദ്യം ബ്ലാക്കാണ് എടുത്തത്. അപ്പോൾ അതിന് 2,000 വില ഇവിടെ സെയിം എഴുതിയാലും പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് റെഡ് എടുക്കാമെന്ന്. അന്നേരം പിന്നെ അവർ പറഞ്ഞു അതിന് റെഡിന് 100 രൂപയും കൂടെ എക്സ്ട്രാ ആവുമെന്ന്. പിന്നെ ഇത് ഞങ്ങൾ കൊണ്ടുവന്നു. മറ്റേത് നമുക്ക് 2 ദിവസത്തിനകം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാൻ എന്തോന്ന് ഈ വീഡിയോ എടുത്തേ, ആ ഫ്രണ്ടിൽ ഞാൻ കിച്ചണിൽ നിന്നാണ് ഈ എടുക്കുന്നത്. അവിടെ 3-4 പേര് നിൽക്കുന്ന കണ്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഒരു 10-10:30 അടുക്കളയിൽ നിന്ന് പാലൊക്കെ കാച്ചി ഇവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് ഇവിടെ എന്തോ വന്നാലും കിടക്കുമ്പം പ്രീസമ്മോനെ നേരത്തെ കയറ്റി കിടത്തിയാലും ഞാൻ അടുക്കളയിൽ നിന്ന് കയറണമെങ്കിൽ ഒരു 11:30 ആകും. റീച്ചാൻ വന്നില്ലായിരുന്നു, പോളും ഉറങ്ങിയില്ലായിരുന്നു. പോളിൻ്റെ അവധിയുള്ള സമയമായിരുന്നു, കോളേജ് തുടങ്ങിയില്ലായിരുന്നു. അവിടെ ഞാൻ മഴയായിരുന്നല്ലോ അന്ന് രാവിലെ മൊത്തം നല്ല മഴയായിരുന്നു. അവർ നിൽക്കുന്നിടത്തു നിന്ന് ഭയങ്കര ഒരു തീയും വന്ന് ഈ നമ്മുടെ കിച്ചൺ അവരുടെ വരെ പുകയും. പിന്നെ എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞു എനിക്കങ്ങ് പേടിയായിപ്പോയി. പിന്നെ ഞാൻ പോളിനോട് പറയടാ, പപ്പായ്ക്ക് വാച്ച്മാൻ്റെ നമ്പർ എൻ്റെ കയ്യിലൊന്നുമില്ല, നമ്മുടെ പപ്പായ്ക്ക് ഫോൺ ചെയ്തിട്ട് സിത്തേഷിനോട് പറയാൻ പറഞ്ഞു. അങ്ങനെ പപ്പ വാച്ച്മാനോട് പറഞ്ഞത്, വാച്ച്മാൻ പറഞ്ഞു അത് നമ്മുടെ അല്ല, അത് 10ാം നമ്പറുകാരുടെയാണ്. പിന്നെ വാച്ച്മാൻ ചെന്ന് 10ാം നമ്പറുകാരുടെ അടുത്ത് പറഞ്ഞു. പിറ്റേ ദിവസം വന്ന് അവരവിടെ എന്തോ പരിപാടിയാണ്. ഞങ്ങളങ്ങനെ വാഷിംഗ് മെഷീനൊക്കെ നോക്കിയിട്ട് വന്നു. ഓർഡർ ചെയ്തതിന് 2 ദിവസം കഴിഞ്ഞേ കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ രാവിലെ പോയി. റീച്ചാൻ വൈകിട്ട് വന്ന് പറഞ്ഞാൽ മഴ ഇച്ചിരി ഒന്ന് തോന്നി നിന്നുകൊണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ പോയി. ഞാൻ അരി അടപ്പത്തിട്ടാണ് പോയത്. അരി നിന്ന് വാർക്കണം. ചപ്പാത്തിക്ക് സ്പ്രൗട്ട് ഉണ്ടായിരുന്നു, പൂള് മുട്ടയൊക്കെ പൊരിച്ചെന്ന് പറയുന്നത്. ഇപ്പോൾ ഇനിയും മോരുകറി ഇരിപ്പുണ്ട്, ഒരു കാബേജ് തോരനും കൂടെ വെക്കാം. മണി ഇപ്പം 2 ആകാറായി. പേര് മഴ വരുന്നു. പ്രൈസമോൻ ഇന്നും ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പം എൻ്റെ ആ കണ്ണിൻ്റെ അവിടെ ഉണ്ടല്ലോ ഭയങ്കര ചൊറിച്ചിലായിരുന്നു രാവിലെ തൊട്ട്. അത് ഇപ്പം നമ്മൾ അന്നേരം എനിക്ക് മനസ്സിലായില്ലായിരുന്നു, വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരം അവിടെ അത്രയും സ്വെല്ലിങ് പോലെ തോന്നുന്നത്. അപ്പം ചില സമയത്ത് എനിക്ക് അങ്ങനെ കണ്ണൊക്കെ ചൊറിച്ചിൽ, ഒരു അലർജി പോലൊക്കെ വരും. അപ്പം ഞാൻ പിന്നെ അവരെ എല്ലാം ഞാൻ പറഞ്ഞത് എന്തോ, ഞാൻ വന്നപ്പോഴത്തേക്കിന് പോൾ മോൻ മുട്ട പൊരിച്ച് കഴിച്ച്. പിന്നെ ഇവർക്കൊക്കെ പ്രൈസിന് വേണ്ടാന്ന് പറഞ്ഞായിരുന്നെന്ന്. പിന്നെ അപ്പച്ചന് കൊടുത്തു. പിന്നെ ഞാൻ ഈ കാബേജ് അരിഞ്ഞു വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അത് പെട്ടെന്ന് വന്നങ്ങ് തോരൻ വയ്ക്കാമെന്ന് വെച്ച്. അപ്പം ഞാനെന്നാൽ ഇന്ന് തന്നെ വാഷിംഗ് മെഷീൻ കിട്ടുമെന്നും പറഞ്ഞുള്ള ഇതിലാണ് ഞാൻ പോയത്. അപ്പം ഞങ്ങൾ പറഞ്ഞ് എങ്ങനെയും കൊണ്ടുവരാൻ നോക്കണേ, ഞങ്ങൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ്. അല്ലാതെ ഇവിടെ ഡെയിലി പക്ഷേ വാഷിംഗ് മെഷീൻ ഇപ്പം കൊണ്ടുവന്നു, ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു. ഞാൻ 6.2 കിലോ ആയിരുന്നു നമ്മളിടുന്നത്. ഇതാകുമ്പോൾ 8 കിലോ ആകുമ്പം ഡെയിലി എനിക്ക് കഴുകണ്ടല്ലോ എന്ന്.
എനിക്ക് തോന്നുന്നു 8 കിലോ എന്ന് അവർ എഴുതിയിട്ടുമുണ്ട്. പക്ഷേ ഡെയിലി എനിക്ക് ഇവിടെ കഴുകുകയും വേണം. അത്രയും അങ്ങോട്ട് തുണി അങ്ങോട്ട് ഞാൻ നേരത്തെ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിനകത്ത് പറയുകയും ചെയ്തു മറ്റേ മെഷീൻ്റെ അകത്തായിരുന്നു കൂടുതൽ തുണി ഇടുന്നത്. ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ റൂള്. അവർ പറയുന്നത് പുതിയ മെഷീൻ ഇപ്പം പുതിയ സിസ്റ്റമാണ്, പുതിയ ഇതാണ്, പഴയത് പോലല്ല. പക്ഷേ എന്തോ എനിക്കങ്ങോട്ട് കാണാനൊക്കെ മെഷീൻ ഇത് കൊള്ളാം. മഴയത്ത് സൂപ്പർ ഡ്രയറൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷനൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ തുണി അങ്ങോട്ട് 8 കിലോ കൊള്ളുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട്. പിന്നെ പിറ്റേ ദിവസം കൊണ്ടുവന്നില്ല. അതിൻ്റെ തലേന്ന് അവർ ഫോൺ ചെയ്തു വരുമെന്ന് പറഞ്ഞു. അപ്പം അവർ 3:30 ആകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അന്ന് തന്നെ ഞാൻ ഹൗസ് ക്ലീനിങ്ങിന്, നമ്മുടെ ക്ലീനിങ്ങിന് അർബനിൽ നിന്ന് ആളിനെ വിളിച്ചായിരുന്നു. അവർ 2:15 വന്നത്. അപ്പോൾ വന്നുടനെ ഇവരും അവരോട് ഒരുമിച്ചാണ് വന്നത്. ആകെ ഒരു ബഹളമായിരുന്നു ഇവിടെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബർ ഉണക്കമീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ ഉണ്ടാക്കിയ ഉണക്കമീൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഹോം മെയ്ഡ് ഉണക്കമീൻ. അതെടുത്ത് ഞാൻ രാത്രി എനിക്ക് 2 എണ്ണം വറുത്തതാണ്. അപ്പോൾ അന്ന് വാഷിംഗ് മെഷീൻ ഇവർ കൊണ്ടുവച്ചെങ്കിലും അവർ ഫിറ്റ് ചെയ്യാൻ പിന്നെ വേറെ ആൾ വരണം. അപ്പോൾ രാത്രി പിന്നെ ഞങ്ങൾ നാരങ്ങ വാങ്ങിക്കാനായിട്ട് പോയി. സമ്മർ സീസൺ അപ്പം ഞാൻ എന്തോന്നാ പുള്ളിയോട് പറഞ്ഞത്, ഞാൻ ചിന്തിച്ച് മഴ സമയത്താണ് നാരങ്ങയ്ക്ക് വില കുറയുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞല്ല, മഴ സമയത്ത് നാരങ്ങ കൃഷികളെല്ലാം നശിച്ചു പോവുക, അന്നേരം വില കാണും. ഡിസംബർ സമയത്താണ് വില കുറവെന്ന്. ഇപ്പോൾ അതും പറയാനൊക്കത്തില്ല. അന്നേരവും നേരത്തേക്കാണെങ്കിൽ ഞാൻ 40 രൂപ 50 രൂപ കിലോ ആയിരുന്നല്ലേ, ആ കണക്കിനാണ് ഞാൻ എൻ്റെ റേറ്റ്. അതിൽ പിന്നെ കൂടിയ പിന്നെ ഞാൻ റേറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ആ വിലയ്ക്ക് നാരങ്ങ കിട്ടത്തില്ല. അപ്പം ഞാൻ വന്ന വഴിക്ക് പോൾമോനും അവൻ്റെ കൂട്ടുകാരനും കൂടെ താഴെ വിങ്ങിൽ വന്ന് ഗിറ്റാർ ഇരുന്ന് മറ്റവനും പഠിക്കാൻ പോകുന്നുണ്ട്. പോൾമോൻ യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ച്, പഞ്ചാബി കൊച്ച വീഡിയോ എടുക്കട്ടെ എന്ന്. അവന് ഒരു കൂടുതൽ എടുത്തു വണ്ടി അവന് ഭയങ്കര ഇഷ്ടം അതൊക്കെ. एक फिल्टर दिया हुआ है, हर दूसरे दिन निकाल के साफ करने का, ढक्कन बंद कर देने का, पावर ऑन करने का, स्टार्ट कर देने का, फर्स्ट सेकंड। ये अपने आप कपड़े के हिसाब से वाटर लेवल मशीन डिसाइड करेगा। अगर आपको खुद से करना है तो पावर ऑन करके बटन से सेट कर सकते हो। मिनिमम कम कपड़े के लिए लो, ज़्यादा कपड़े के लिए मीडियम, और कपड़ा ज़्यादा रहेगा हाई मतलब सबसे ज़्यादा कपड़ा रहेगा। ठीक है। अगर आपको प्रोग्राम चेंज करना है, जब भी आप मशीन बंद करके चालू करोगे तो मशीन आपका P1 में ही जाता है। P1 मीन्स ऑटो मिक्स फैब्रिक। P2 लगाओगे वाइट कपड़े के लिए होता है। P3 रैपिड 30 मिनट्स का भी प्रोग्राम है, 30 मिनट में आप कपड़े को धो सकते हो। P4 बल्कि बेडशीट चादर गोदड़ी धोना है तो P4 में। P5 डेलिकेट लोग, बच्चे लोग का हल्के हल्के कपड़े आप धो सकते हो। P6 उलन, ठंडी के ऊनी कपड़े धो सकते हो। डीप क्लीनर है, टब क्लीनर। അപ്പോൾ മെഷീൻ കൊണ്ടുവന്നതിൻ്റെ അന്ന് വൈകിട്ട് തന്നെ പിന്നെ അതിൻ്റെ സെറ്റിംഗ് ഒക്കെ കാണിക്കാൻ ആൾ വന്നത്. എല്ലാം പുള്ളിക്കാരൻ പറയും. ഈ പുള്ളിക്കാരൻ താമസിക്കാൻ അങ്ങ് അമ്പലറന്നാതാണ്. അപ്പം ഞങ്ങളുടെ ഈ ഏരിയയിലാണ് പുള്ളിയുടെ ഡ്യൂട്ടി. അന്നേരം ഇത് ഞങ്ങൾക്ക് അതിനെ പിന്നെയും ഡബിൾ കറച്ചിയായി. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡ് വേണമായിരുന്നു. കാരണം ഞങ്ങളുടെ മറ്റേ മെഷീൻ്റെ വയറെന്ന് പറയുന്നത് നമ്മളീ വിളകെ കുത്തുന്ന വയർ വലിയതായിരുന്നു. ഇതെന്ന് പറയുന്നത് ചെറിയതാണ്. മെഷീൻ നമ്മൾ ഇങ്ങോട്ട് ഉരുട്ടിക്കൊണ്ട് വരണം. അതുപോലെ പൈപ്പിൽ നിന്ന് കണക്ട് ചെയ്യുന്നതും വാഷിംഗ് മെഷീനിലോട്ട് കണക്ട് ചെയ്യുന്ന പൈപ്പും അതും ചെറുതായിരുന്നു. അപ്പോൾ നമ്മൾ മെഷീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിൽ സ്റ്റാൻഡ് വേണം, അല്ലെങ്കിൽ മെഷീൻ നശിച്ചു പോകത്തില്ലേ. ആ സ്റ്റാൻഡ് തന്നെ 2000 രൂപ. പിന്നെ വയർ തന്നെ സ്റ്റാൻഡ് നമ്മളിപ്പോൾ സ്റ്റാൻഡ് വെക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നീക്കിയിട്ട് എക്സ്ട്രാ വേറെ 3 മീറ്ററിൻ്റെ പൈപ്പ് പുള്ളി കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനും എക്സ്ട്രാ പൈസയായിരുന്നു. അപ്പോൾ അത്രയും പൈസ നമുക്ക് എക്സ്ട്രാ ആയി. അല്ലെങ്കിൽ ഈ പൈപ്പ് ഈ കണക്ഷനും നീളം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് മെഷീൻ നീക്കി വെച്ചിട്ട് പൈപ്പ് കണക്ട് ചെയ്താൽ മതിയായിരുന്നു. അപ്പം
ആകെ ഇതാ. പിന്നെ ഞങ്ങൾ 2 പ്രാവശ്യം വാഷിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ഇപ്പം ഞാൻ ഇന്ന് ചെയ്തത് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. സെറ്റിംഗ് എല്ലാം ചെയ്ത് വെച്ചാൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. നല്ല, പക്ഷേ എനിക്ക് ഈ തുണി കുറച്ചുകൂടെ ആവും. ഞാൻ ചിന്തിച്ചത് ഒന്നടെ വിട്ട് ഇനിയും കഴുകിയാൽ മതിയല്ലോ എന്ന് ചിന്തിച്ചുണ്ടേ. അതിന് അത്രയും തുണിയൊക്കെ ഒന്ന് ഇപ്പോൾ 8 കിലോ എന്ന് പറഞ്ഞാൽ 2 കിലോ പിന്നെ കുറച്ചുകൂടെ ഇച്ചിരിയും കൂടെ. എന്നാലും ഡെയിലി ഇപ്പം കഴുകി, വാഷിംഗ് മെഷീൻ വന്നേ പിന്നെ ഇപ്പോൾ 2-3 തീരെ ഞങ്ങൾ കഴുകി. ഇപ്പം ഡെയിലി കഴുകിയേക്കത്തുള്ളൂ. പിന്നെ ഇതിൽ എക്സ്ട്രാ ഓപ്ഷൻ എന്ന് പറഞ്ഞത് സൂപ്പർ ഡ്രയർ ഉള്ളത് കൊണ്ട് മഴ സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ഡ്രയർ ചെയ്യുവാണെങ്കിൽ ഉണങ്ങി കിട്ടും. ഇതിപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ പോയി എടുത്തതാണ് വീഡിയോ. വാഷിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.